ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഇന്നലെ അവിടെ നല്ല മഴയായിരുന്നു എൻ്റെ വീട്ടിൽ. ഫെബ്രുവരി 22-ാം തീയതി രാത്രിയിൽ നല്ല പേമാരിയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. നല്ല പേമാരിയായിരുന്നു. അപ്പോൾ എനിക്കൊരു മഴയെ പറ്റിയുള്ള ഒരു നിത്യജീവിതത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതാണ് ഈ മഴയെ പറ്റിയുള്ളത്. മഴയെപ്പറ്റി നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ സ്വയം, അല്ലേ? മഴ പെയ്യാറുണ്ടോ? അവിടെ മഴ പെയ്യാറുണ്ടോ? ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തോ, മഴ പെയ്യും, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പറയാറില്ലേ? അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ നമുക്ക് ചിട്ടയായിട്ട് എല്ലാ ടെൻസിലൂടെയും കുറച്ച് സെൻറ്റൻസുകൾ എടുത്തിട്ട്, ഒരു സെൻറ്റൻസ് എടുത്തിട്ട് നമുക്ക് എല്ലാ ടെൻസിലൂടെ ഒന്ന് പോയി നോക്കാം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ 4 രൂപങ്ങൾ പഠിച്ചു വെക്കാം. അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം, അല്ലേ? അപ്പം സിമ്പിൾ പ്രസൻറ്റിൽ ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ട് എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മഴ പെയ്യുന്നു, മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ്. അപ്പം മഴ പെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് റെയിൻ. ഇറ്റ് ഡസൻറ്റ് റെയിൻ. മഴ പെയ്യാറുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഇറ്റ് റെയിൻ? മഴ പെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് റെയിൻ? മഴ പെയ്യാറുണ്ടോ? മഴ പെയ്യാറില്ല എന്നെങ്ങനെ പറയാം? ഡസൻറ്റ് ഇറ്റ് റെയിൻ? മഴ പെയ്യാറില്ലേ? ഡസൻറ്റ് ഇറ്റ് റെയിൻ? മഴ പെയ്യാറില്ലേ? അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ WH ഫോംസും കൊടുക്കാം. ആപ്റ്റായ WH ഫോംസും കൊടുക്കാം കേട്ടോ. അവിടെ എപ്പോഴാണ് മഴ പെയ്യാറ്? വെൻ ഡസ് ഇറ്റ് റെയിൻ ദർ എന്നൊക്കെ പറയില്ലേ? അതെ, വെൻ ഡസ് ഇറ്റ് റെയിൻ ദർ. അതുപോലെ ആപ്റ്റായ WH ഫോംസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകാം. സിമ്പിൾ പാസ്റ്റിൽ ഇറ്റ് റെയിൻഡ്, അതായത് റെയിനിൻ്റെ രണ്ടാമത്തെ V2 ഫോം. ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. മഴ പെയ്തില്ല എന്ന് പറയാം, ഇറ്റ് ഡിഡിൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഡിൻറ്റ് റെയിൻ, മഴ പെയ്തില്ല. ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ, മഴ പെയ്തില്ല. മഴ പെയ്തോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് ഇറ്റ് റെയിൻ? മഴ പെയ്തോ? മഴ പെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡിൻറ്റ് ഇറ്റ് റെയിൻ? മഴ പെയ്തില്ലേ? മഴ പെയ്തില്ലേ എന്നങ്ങനെ ചോദിക്കുക? ഡിഡിൻറ്റ് ഇറ്റ് റെയിൻ? മഴ പെയ്തില്ലേ? മഴ പെയ്യും എങ്ങനെ പറയാം? ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. ഇറ്റ് വോണ്ട് റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല, അതിൻ്റെ നെഗറ്റീവ് ഫോമാ. ഇറ്റ് വോണ്ട് റെയിൻ, മഴ പെയ്യില്ല. മഴ പെയ്യുമോ എന്ന് എങ്ങനെ ചോദിക്കുക? വിൽ ഇറ്റ് റെയിൻ? വിൽ ഇറ്റ് റെയിൻ എന്ന് ചോദിച്ചാൽ മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ എന്ന് ചോദിച്ചാൽ മഴ പെയ്യുമോ? മഴ പെയ്യില്ലേ എന്ന് വെച്ചാലോ? വോണ്ട് ഇറ്റ് റെയിൻ? മഴ പെയ്യില്ലേ? വോണ്ട് ഇറ്റ് റെയിൻ? മഴ പെയ്യില്ലേ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇതിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ മഴയെ പറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മഴയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഒന്ന് നോക്കാം. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഇറ്റ് ഈസ് റെയിനിങ് റൈറ്റ് നൗ, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇപ്പം നമ്മളിവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇറ്റ് ഈസ് റെയിനിങ് റൈറ്റ് നൗ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നങ്ങനെ പറയാം. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് റൈറ്റ് നൗ, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് റൈറ്റ് നൗ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക? ഈസ് ഇറ്റ് റെയിനിങ് റൈറ്റ് നൗ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നിങ്ങനെ പറയാം. മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക എങ്ങനെയാണ്? ഈസിൻറ്റ് ഇറ്റ് റെയിനിങ് റൈറ്റ് നൗ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ 4 രൂപത്തിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകാം. പാസ്റ്റ് കണ്ടിന്യൂസ് ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. അതായത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി നടക്കുന്നൊരു കാര്യം. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസിൻറ്റ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല. വാസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ലേ എന്നങ്ങനെ പറയാം. വാസിൻറ്റ് ഇറ്റ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ലേ. വാസിൻറ്റ് ഇറ്റ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ലേ. നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും. എങ്ങനെ പറയാം? ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ. ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ എന്നുള്ള അർത്ഥത്തിൽ വരും. അത് കഴിഞ്ഞിട്ട് നാളെ മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല ഈ സമയത്ത്. ഇങ്ങനെ ഇറ്റ് വിൽ നോട്ട് ബി, ഇറ്റ് വോണ്ട് ബി, ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കുമോ? വിൽ ഇറ്റ് ബി റെയിനിങ്, വിൽ ഇറ്റ് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. വിൽ ഇറ്റ് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല എന്നങ്ങനെ ചോദിക്കുക. വോണ്ട് ഇറ്റ് ബി, അല്ലെങ്കിൽ വിൽ നോട്ട് ഇറ്റ് ബി, അല്ലെങ്കിൽ വോണ്ട് ഇറ്റ് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇത് മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണെന്നുള്ളത്. ഇനി നമുക്ക് മഴ പെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഹാസ് റെയിൻഡ്. ഇറ്റ് ഹാസ് റെയിൻഡ്. ഇറ്റ് ഹാസ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തിട്ടില്ല എങ്ങനെ പറയാം? ഇറ്റ് ഹാസിൻറ്റ് റെയിൻഡ്, മഴ പെയ്തിട്ടില്ല. ഇറ്റ് ഹാസിൻറ്റ് റെയിൻഡ്, മഴ പെയ്തിട്ടില്ല. നമ്മൾ ചോദിക്കില്ല അവിടെ മഴ പെയ്തിട്ടുണ്ടോ? ഹാസ് ഇറ്റ് റെയിൻഡ് ദർ? ഹാസ് ഇറ്റ് റെയിൻഡ് ദർ? മഴ പെയ്തിട്ടുണ്ടോ? പിന്നെ ചോദിക്കില്ല മഴ പെയ്തിട്ടില്ലേ അവിടെ? ഹാസിൻറ്റ് ഇറ്റ് റെയിൻഡ് ദർ? അവിടെ മഴ പെയ്തിട്ടില്ലേ? ഹാസിൻറ്റ് ഇറ്റ് റെയിൻഡ് ദർ? അവിടെ മഴ പെയ്തിട്ടില്ലേന്ന് ചോദിക്കില്ലേ? ഓക്കെ, അതാണിത്. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡൻറ്റ് റെയിൻഡ്, മഴ പെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. ഹാഡ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഇറ്റ് റെയിൻഡ് ദർ? അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഹാഡൻറ്റ് ഇറ്റ് റെയിൻഡ് ദർ? അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ടെൻസ് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹെഡിങ് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഞാൻ അവിടെ പറഞ്ഞു. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടാവും. ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്. മഴ പെയ്തിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാം. ഇറ്റ് വോണ്ട് ഹാവ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടാവില്ല. മഴ പെയ്തിട്ടുണ്ടാവുമോ എന്നങ്ങനെ ചോദിക്കുക. വിൽ ഇറ്റ് ഹാവ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടാവും. വിൽ ഇറ്റ് ഹാവ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടാവുമോ? മഴ പെയ്തിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാം. വോണ്ട് ഇറ്റ് ഹാവ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടാവില്ലേ? വോണ്ട് ഇറ്റ് ഹാവ് റെയിൻഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 4 ഫോം. പിന്നെ ഉള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, PPC 1, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് രാവിലെ തൊട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ടെൻഷൻ പഠിപ്പിക്കുക. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ തൊട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പറയാം, അപ്പം നമ്മൾ നെഗറ്റീവ്, അതിൻ്റെ നോർമൽ സെൻറ്റൻസ് പറഞ്ഞു. ഇതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കും? ഇറ്റ് ഹാസിൻറ്റ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതല്ല. രാവിലെ മുതൽ അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. ഇറ്റ് ഹാസിൻറ്റ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 2 hours. ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 2 hours? 2 മണിക്കൂറായിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? മഴ പെയ്തുകൊണ്ടേയിരിക്കുകയല്ലേ എന്നങ്ങനെ. ഹാസിൻറ്റ് ഇറ്റ് ബീൻ റെയിനിങ് ഫോർ 2 hours? 2 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയല്ലേ എന്നർത്ഥത്തിൽ. ഓക്കെ, അപ്പം അതിൻ്റെ 4 രൂപം മനസ്സിലായില്ല. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസിൻറ്റ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല. ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? ഹാസിൻറ്റ് ഇറ്റ് ബീൻ റെയിനിങ് ഹിയർ ഫോർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന അർത്ഥത്തിൽ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പോയി നോക്കാം. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 1 hour. 1 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഇപ്പോഴില്ല.
ഇതിനെ 4 രൂപത്തിലാക്കാം. ഇവിടെ 1 മണിക്കൂറായിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഇറ്റ് ഹാഡൻറ്റ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 1 അവർ. അല്ലെങ്കിൽ സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. 1 മണിക്കൂറായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് നമ്മൾ എല്ലാ ടെൻസിലൂടെയും കൊണ്ട് പഠിക്കണം. ഇത് നമ്മളെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. മഴക്കാലത്ത് നമ്മൾ മഴയായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഒട്ടുമിക്ക സെൻറ്റൻസുകളും ഞാൻ പറഞ്ഞത് നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.